വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ എസ് എസ് സിയുടെ എക്സാം ഡേറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് അവർ പുറത്തിറക്കിയേക്കുന്നത്. അപ്പൊ അതിലേക്ക് വരുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി പോകണം. നിങ്ങൾക്ക് വെച്ചാൽ നിങ്ങളൊരു കോംപ്രിഹെൻസീവ് ആയിട്ട് നിങ്ങൾ എല്ലാം ഒരുമിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. എസ് എസ് സി ജെഇ, RRB ജെഇ, അതേപോലെ ALP, അതേപോലെ ട്രേഡ്സ്മാൻ, അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ. ഓക്കെ, അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ വരും ദിവസത്തെ നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മളിപ്പോ പറയാനുള്ള നിങ്ങൾ നോക്കിയതിൽ 2024 എക്സാം കലണ്ടറിൽ 29 എന്തിയാ എസ് എസ് സിയുടെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. 29 മാർച്ച് വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അല്ലെ, 29 ഫെബ്രുവരിയിൽ എക്സാം ഡേറ്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങുമ്പോൾ മാർച്ച് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് നോക്ക്, ഇത് ഇന്നിപ്പോ ഇറക്കിയ എക്സാം കലണ്ടർ ആണ്. അപ്പൊ അതിൽ എന്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നോക്ക്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ ആൻഡ് ക്വാണ്ടി സർവേയിങ് ആൻഡ് കോൺട്രാക്ട്സ് കണ്ട പേപ്പർ 1 4, 5, 6 ജൂൺ മാസം. ജൂൺ 4, 5, 6 എന്തിയാ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്തിയാ 6 മാസം ഉണ്ട്. ഓക്കെ, 6 മാസം ഉണ്ട്. അപ്പൊ 6 മന്ത്സ് ഉണ്ട്. അപ്പൊ 6 മാസത്തിന്റെ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി പോലെ സെറ്റ് ആക്കിയാൽ മതി. അതേപോലെ നിങ്ങൾ നോക്ക്, ജനുവരി 1 എന്തിയാ എക്സാം കലണ്ടർ വരും. PSCയുടെ എക്സാം കലണ്ടർ വരും ജനുവരി 1. അല്ലെ, അപ്പൊ നിങ്ങൾക്ക് എന്തിയാ നിങ്ങളൊരു എഫക്റ്റീവായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ, നിങ്ങൾക്ക് കുറച്ച് കഷ്ടപ്പെടാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 2024 എന്ന് വെച്ചാൽ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. നിങ്ങളിപ്പോ സബ് എഞ്ചിനീയർ ആവട്ടെ, അല്ലെങ്കിൽ KSEB ആവട്ടെ, AE ആവട്ടെ, അല്ലെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആവട്ടെ, അപ്പൊ അതിലൊന്നും നിങ്ങൾ ഇല്ലാന്ന് വെച്ചാൽ നിങ്ങൾ അധികം ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് 2024 എന്തിയാ നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഇയർ തന്നെയാണ്. നിങ്ങൾ എന്തിയാ ഇന്ന് തൊട്ടെങ്കിൽ ഇന്ന് തൊട്ട് എന്തിയാ എഫക്റ്റീവ് ആയിട്ട് എന്തിയാ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക, എഫക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ SSC ജെഇ വരുന്നുണ്ട്, RRB ജെഇ വരുന്നുണ്ട്. ഇതൊക്കെ സിലബസ് നമ്മൾ ഓൾറെഡി നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓൾറെഡി നമുക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നെയാണ്. അതായത് സിലബസ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് അല്ലെ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ, നമ്മളെ നോൺ ടെക്നിക്കൽ ബുക്കിന്റെ വീഡിയോന്റെ നമ്മൾ സിലബസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. പറ്റുവാണെങ്കിൽ എന്താ ഒരു നല്ലൊരു ടാക്ടിക്സ് വെച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ പോലെ നമുക്ക് സെറ്റ് ആക്കി തരാം. ഓക്കെ, നിങ്ങൾ വേണമെന്ന് താഴെ കമന്റ് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്താ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് എന്താ താല്പര്യമുണ്ട്, നിങ്ങൾ പ്രയത്നിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ഇതിവിടെ നോക്ക്, കൃത്യമായിട്ട് 6 മാസം ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ. 4, 5, 6. ഓക്കെ, 4, 5, 6 എക്സാം ഡേറ്റ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഫെബ്രുവരിയിൽ വരുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്താ സിലബസ് ഒക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയാം അല്ലെ. വേണമെങ്കിൽ ഞാൻ സിലബസ് ഫസ്റ്റ് കമന്റ് ആയിട്ട് നമുക്ക് പിൻ ചെയ്ത് നോക്കാം. നിങ്ങൾ എന്താ എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രിപ്പയർ ചെയ്യുക. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി, കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് എന്താ പഠിക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്തായാലും നിങ്ങളുടെ ടാർഗറ്റ് നല്ലൊരു ഗവൺമെന്റ് സെക്ടറിൽ നല്ലൊരു ജോബിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതല്ലാണ്ട് എന്താ ഞാൻ പറഞ്ഞു, ട്രേഡ്സ്മാൻ ഉണ്ട്, അതേപോലെ ജൂനിയർ ഇൻസ്ട്രക്ടർ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അല്ലെ, അതേപോലെ ഓവർസിയർ പോസ്റ്റ് ഉണ്ട്, RRB ജെഇ ഉണ്ട്. ഓക്കെ, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, എഫേർട്ട് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ഓക്കെ, എന്നാൽ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.